പൂച്ചപ്പെട്ട് കിടക്കുന്ന ഖജനാവിൻ്റെ കഥ പറഞ്ഞ് ആകെ ജനങ്ങളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒപ്പം കഴിഞ്ഞ LDF സർക്കാർ പിണറായി സർക്കാരിൻ്റെ പോരായ്മകളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം ധവളപത്രം ഇറക്കുകയുണ്ടായി. ആ ധവളപത്രം ഇപ്പോൾ നിയമക്കുരുക്കിലേക്ക് മറ്റാരുമല്ല മുൻ ധനകാര്യമന്ത്രി LDFിൻ്റെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് 70% കൂടുതൽ AI ജനറേറ്റഡാണ് ധവളപത്രത്തിലെ വിവരണങ്ങൾ. അത് തയ്യാറാക്കിയത് മറ്റ് സോഴ്സുകളിൽ നിന്ന്, അതായത് പ്രൈവറ്റ് സോഴ്സുകളിൽ നിന്നാണ്. അത് നമ്മുടെ വിവരങ്ങൾ ചോരാനുള്ള സാധ്യതയുണ്ട് എന്നും മുഖ്യമന്ത്രി VD സതീശൻ ഇറക്കിയ ധവളപത്രം നിയമക്കുരുക്കിൽ അകപ്പെടുമെന്നാണ് അദ്ദേഹം തറപ്പിച്ചു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വിമർശനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളും ശ്രദ്ധിച്ചു നോക്കാം. കേരള ഫിസ്ക്കൽ ഹെൽത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ട് എന്ന ധവളപത്രത്തെക്കുറിച്ച് ഇതിനുള്ളിൽ തന്നെ അതിൻ്റെ നടപടിക്രമത്തെക്കുറിച്ച് തർക്കം നിയമസഭയിൽ മുൻ ധനമന്ത്രി ബാലഗോപാൽ ഉന്നയിച്ചു കഴിഞ്ഞു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സീക്രട്ട് സെക്ഷൻ്റെ മാത്രം ലഭ്യമായിട്ടുള്ള കണക്കുകൾ, രേഖകൾ പുറത്തുള്ളവർക്ക് ലഭ്യമാക്കി അവരാണ് തയ്യാറാക്കിയത്. അപ്പോൾ അത് സംബന്ധിച്ച് ഉള്ള തീർപ്പ് ഇങ്ങനെ മറ്റുള്ളവർക്ക് സീക്രട്ട് സെക്ഷനിലെ ഡേറ്റ നൽകാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്പീക്കർ തീരുമാനമെടുക്കാൻ പോകുന്നു. ഒബ്ജക്ഷൻ റൈസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ കൂടുതൽ വളരെ ഗൗരവമായ മറ്റൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സീക്രട്ട് സെക്ഷനിലെ ഡേറ്റ അടക്കം AI പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടാണ് വിശകലനം ചെയ്തിട്ടുള്ളത്. ഈ 195 പേജ് വരുന്ന ഇത്രയും വലിയൊരു രേഖ ഒരാഴ്ചയിൽ താഴെ സമയം കൊണ്ട് തയ്യാറാക്കിയപ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നി. ഇതെങ്ങനെയാണ് തയ്യാറായിരുന്നത്? ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വെരിഫിക്കേഷൻ, 2 സാർവത്രികമായിട്ട് അംഗീകാരമുള്ള AI കണ്ടന്റ് ഡിറ്റക്ഷൻ ടൂൾസ് അതുപയോഗിച്ച് ഈ ഡോക്യുമെൻ്റ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അല്ല സബ്സ്റ്റാൻഷ്യൽ പോർഷൻ, ഗണ്യമായൊരു ഭാഗം AI ജനറേറ്റഡാണ്. AI ഉപയോഗിക്കുന്നതിന് ഞാനിതിലൊന്നും അല്ല കേട്ടോ. അതിന് ആധുനിക കാലത്ത് അങ്ങനെ നിലപാടേ എടുക്കാൻ പറ്റൂല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ സീക്രട്ട് സെക്ഷനിലെ അടക്കമുള്ള ഡേറ്റ എല്ലാം പബ്ലിക് ഡൊമൈനിലാണെന്ന് അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമല്ലേ ഈ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മുഖ്യമന്ത്രി VD സതീശൻ ക്ലാരിഫൈ ചെയ്യണം. ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ സീക്രട്ട് ഡേറ്റ AI ടൂൾസ് ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നതിന് ഉള്ള മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി, ഹൈക്കോടതി, പിന്നെ കേന്ദ്ര ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള സർക്കാർ എല്ലാവരും ഇറക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി 19 ജൂലൈ 2025 കൃത്യമായ സ്റ്റാൻഡേർഡ്സ് നിർവഹിച്ചിട്ടുണ്ട്. 1, അപ്രൂവ്ഡ് AI ടൂൾസേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സെൻസിറ്റീവായിട്ടുള്ള കോൺഫിഡൻഷ്യലായിട്ടുള്ള ഡേറ്റ LLMസിൽ ഇടാൻ പാടുള്ളതല്ല. ദെൻ ഫുൾ ഹ്യൂമൻ ഓവർസൈറ്റ് വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ.
കേരള ഹൈക്കോടതി ഇതുപോലെ തന്നെ കേരള ഹൈക്കോടതിയാണ് 19 ജൂലൈ 25 നിർദ്ദേശം നൽകിയത് ഈ പറഞ്ഞ രീതിയിൽ. 2026 ജൂൺ 3 സുപ്രീം കോടതിയും ഇതുപോലെ തന്നെ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫിനാൻസ് മിനിസ്ട്രി ഉദ്യോഗസ്ഥരെ അവരുടെ എക്യുപ്മെൻസിൽ AI ടൂൾസ്, പബ്ലിക് ജനറേറ്റീവ് AI ടൂൾസ്, ChatGPT അല്ലെങ്കിൽ അതുപോലുള്ള LLMs ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ നിബന്ധനകളുണ്ട്. ഇങ്ങനെ എത്ര വേണമെങ്കിലും പറയാം. ഏറ്റവും അവസാനം കേരള സർക്കാർ തന്നെ കേരള AI നയം അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചപ്പോഴും ഇതിനെതിരെ ജാഗ്രത പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ AI ടൂള് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്തതാണോ എങ്കിൽ ഏതൊക്കെ ഡേറ്റയാണ് സർക്കാരിൻ്റെത്, സീക്രട്ട് സെഷൻ ഡേറ്റ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ പ്രശ്നം എന്താ? നിയമസഭയിൽ വെക്കുന്ന രേഖകളിലുള്ള പബ്ലിക് ട്രസ്റ്റ് ഇല്ലാതാക്കിയാണ്. ഇത് സർക്കാരിൻ്റെ സെൻസിറ്റീവ് ഡാറ്റ പബ്ലിക് ഡൊമൈനിലേക്ക് ആർക്ക് പേർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നൽകുകയാണ്. ഇത് കേരളത്തിൻ്റെ തനതായിട്ടുള്ള AI നയം ടൂള് ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളെ അണ്ടർമൈൻ ചെയ്യുകയാണ്. ഏതായാലും ഇപ്പോഴാണ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഈ ധവളപത്രത്തിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഇതിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ആളുകളുടെ പേരുകളൊക്കെ എൻ്റെ അടക്കമുള്ളവരുടെ സഹപ്രവർത്തകരാ ഒരുമിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാനിത് അത്ഭുതപ്പെട്ടു പോയി. കേരളത്തിലെ ഉദാഹരണം പറയണം, കേരളത്തിലെ വികസന ചെലവ് മറ്റ് സംസ്ഥാനങ്ങളുടെ ഏതാണ്ട് പാതി വളരെ കുറവ്, അവരൊക്കെ പാതിയല്ല, അവരൊക്കെ വളരെ കുറവ്. എങ്ങനെ വരൂ? എനിക്കിവിടെ മനസ്സിലായത് റിസർവ് ബാങ്കിൻ്റെ ഡാറ്റ ഉപയോഗിച്ചത്. റിസർവ് ബാങ്കിൻ്റെ ഡാറ്റ AI നോക്കുമ്പോഴത്തേനും അതിൽ നമ്മുടെ പഞ്ചായത്തിന് കൊടുക്കുന്ന പണം ഉൾപ്പെടില്ല ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറായിട്ട്. അത് ഗ്രാൻഡായിട്ട് കണക്കാക്കി പോയി. അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്താ? അതിൻ്റെ ഫലമായിട്ട് ഈ കണക്കിൻ്റെ വ്യാഖ്യാനം ഈ രീതിയിൽ വന്നു. നമ്മൾ പഞ്ചായത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പണത്തിൽ 1 പൈസ പോലും നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇല്ല. 1 പൈ ശമ്പളത്തിന് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് അത് ഉപയോഗിക്കാൻ പാടില്ല. പ്യുവർ ഡെവലപ്മെൻറ്റ് ഫണ്ടാണ്. അത് റിസർവ് ബാങ്കിൻ്റെ ടൈം സീരീസിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നില്ല. അതുപയോഗിച്ച് നോൺ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ സാധാരണതയിൽ ആരും അപ്പം തന്നെ കാണണ്ടേ ഇതിങ്ങനെയല്ലെന്നുള്ളത്. ഇതുപോലെ പലതും ഇത് എൻ്റെ ഏറ്റവും ഞാനൊരു പത്രക്കുറിപ്പിൽ SC/ST കൊടുക്കുന്നുണ്ട്. ഞാനത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുതാവിരുദ്ധമായ കാര്യം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്താ ധവളപത്രം പറയുന്നത്? ധവളപത്രം പറയുന്നത് പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെ 3.8% അത്ര മാത്രമേ SCP TSP വരുന്നുള്ളൂ. ജനസംഖ്യാനുപാതികമായിട്ട് കൊടുക്കേണ്ടതാണ്. 2017-18 9% ചെലവാക്കിയ സ്ഥാനത്ത്
കുറഞ്ഞ് കഴിഞ്ഞ വർഷം 2025-26 3.8.5% കുറഞ്ഞു. അത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? SEP ഫണ്ടിങ്ങിന് ചിലവാക്കിയില്ലെന്ന് പറയുമ്പോൾ എന്താ അത്? നിയമത്തിൽ പറയുന്നത് എന്താ? പ്ലാൻ തീരുമാനം എടുക്കുമ്പോൾ SCക്കും STക്കും ജനസംഖ്യാനുപാതികമായിട്ട് പ്ലാൻ ഫണ്ട് മാറ്റിവെക്കണം. SCയുടെ ജനസംഖ്യ എത്രയാണ്? 9.1%. STയുടെ ജനസംഖ്യ എത്രയാണ്? 1.5%. അവിടെ മൊത്തം 10.55. എന്നാൽ എത്ര കേരളം വെക്കുന്നതെന്നറിയോ? 9.8% SCക്ക് വെക്കുന്നത്. 9.1 മതി ശരാശരി ഞാൻ പറയണം. പിന്നെ STക്കോ 1.5 ഉള്ളൂ, 2.8%. ഇന്ത്യ രാജ്യത്തെ SC ST ദുർബല വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതത്തെക്കാൾ കൂടുതൽ ഉയർന്ന വകയിരുത്തുന്ന ഏക സംസ്ഥാനം കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്ലാൻ നിന്നപ്പോൾ ഇതും തീർന്നു. ഇതാണ് ഏറ്റവും അഭിമാനപൂർവ്വം എടുത്തു പറയാറുള്ളൊരു കാര്യം. ഇതെങ്ങനെ ധവളപത്രത്തിൽ നേരെ തിരിച്ചായത്? കാരണം സാമാന്യ ബുദ്ധിയുള്ളവർ ചെയ്യുന്നതാ, പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ പ്ലാനിൻ്റെ നിശ്ചിത ശതമാനം വെച്ചിട്ടുണ്ടോ, അതിൻ്റെ എത്ര ശതമാനം ചെലവാക്കിയിട്ടുണ്ട് എന്ന് നോക്കിയല്ലേ തീട്ടു. അങ്ങനെ നോക്കുമ്പോൾ ശരാശരി 71% ചെലവാക്കിയിട്ടുണ്ട്. 71 കുറയാൻ കാരണം അവസാന വർഷം 9 മാസത്തെ കണക്കുള്ളൂ ചെലവ് വരാൻ പോണുള്ളൂ. എക്കണോമിക് റിവ്യൂലുള്ളതാണ്. ഇങ്ങനെ ലളിതമായിട്ട് ഈ കാര്യം നോക്കുന്നതിന് പകരെ പ്ലാൻ എക്സ്പെൻഡിച്ചർ വേറെ ഇൻഡിപെൻഡൻ്റ് കണക്കൂട്ടുകയാണ്. വർഷാവസാനമാകുമ്പോൾ പ്ലാൻ എക്സ്പെൻഡിച്ചറിലേക്ക് ധവളപത്രത്തിൽ തന്നെ വേറെ സ്ഥലത്ത് ചൂണ്ടിക്കാണിക്കുന്ന പോലെ കിഫ്ബിക്ക് കൊടുക്കുന്ന പണവും എല്ലാം കൂട്ടിച്ചേർക്കും. അപ്പോൾ പ്ലാൻ ഔട്ട്ലേയുടെ അടങ്കലിൻ്റെ 142% വരെ പ്ലാൻ എക്സ്പെൻഡിച്ചർ വന്ന വർഷമുണ്ട്. അതിൻ്റെ ശതമാനമായിട്ട് SCPT SP ചേർക്കുമ്പോൾ അത് കുത്തിനെ കുറയില്ല. ഇതാ ഞാൻ പറഞ്ഞത്, നോൺ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ്. നമ്മൾ ഈ AI ഒക്കെ അധികം ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നു ചേരുകയും ഇതുപോലെ പലതും അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹമാണല്ലോ തന്നെ കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഈ മസ്റ്റ് കാൻ കംപ്ലീറ്റ്. ഈ റിപ്പോർട്ട് AI ജനറേറ്റഡ് ആണ്. എത്രമാത്രം ഉപയോഗിച്ചു? സീക്രട്ട് സെക്ഷനിലെ ഡാറ്റ നിങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് ഇട്ടിട്ടുണ്ടോ? അതുകൂടി പറഞ്ഞു. ബഹുമാനപ്പെട്ട സ്പീക്കർ ഇതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സർക്കാർ രേഖകൾ കൈകാര്യം ചെയ്യുന്നത് ശരിയാണോ അല്ലേ? നല്ലൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.